ഹൃദയ കലാസ്നേഹികളെ, സദാചാരം മരിച്ചൊരു നാട് സാഹചര്യവശാൽ പ്രാപ്തമാക്കാൻ മലയാള സമൂഹത്തിന് ഇനിയും കാലം കാൽപ്പനികമാണ് എന്ന സത്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയുടെ വിജയമോ അതുമല്ലെങ്കിൽ ഇതൊരു കുറഞ്ഞ പക്ഷം ചർച്ചയാക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒരറിവ് പോലും ഇല്ലാതെ തിയേറ്ററിൽ നിന്നും വിരമിച്ചു പോകാൻ വിധിക്കപ്പെട്ട പടം. നോക്കൂ, ഇതിന്റെ പ്രമേയത്തെ പറ്റി മാത്രമാണ് ഞാൻ പ്രശംസിച്ചത്. അത് ഈ കാലഘട്ടത്തിൽ നടന്നുകൂടായികയില്ല. ഈ കാലഘട്ടം എന്നല്ല, ഏത് കാലഘട്ടത്തിലും നടന്നുകൂടായികയില്ല. ഇനി എന്റെ ചോദ്യം, 40-കളിലുള്ളവർക്ക് പ്രണയിച്ചുകൂടെ? അവർക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിലോ, തന്നോളം വളർന്നൊരു കുട്ടി ഉണ്ടെങ്കിലോ? വരൂ സുഹൃത്തുക്കളെ, നമുക്ക് ഈ സിനിമ എന്റേതായ രീതിയിൽ ഒരുമിച്ചിരുന്നു കാണാം. ഒരു വീട്, അവിടെ ഒരു അമ്മ, ഒരു മുതുക്ക് മോള്, ഒരു അച്ഛൻ. അച്ഛൻ എന്നൊക്കെ പറഞ്ഞ അടുപ്പത്ത് അരി തിളച്ചാലും വേവ് വരാത്തൊരു തന്തയാണ് അയാൾ. അമ്മ ഒരു വീട്ടമ്മ ആണെങ്കിലും അധ്വാനിയാണ്. അച്ചാറുണ്ടാക്കും, അത് വിൽക്കും, സ്കൂളിൽ പോകും, പിള്ളേരെ പഠിപ്പിക്കും. മരിച്ചുപോയി, ശവപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. വീട്ടിലെ അച്ഛന് മെയിൻ പണി എലിയെ പിടിക്കലാണ്. പുള്ളിക്ക് പ്രത്യേകിച്ച് വേറെ യാതൊരു പണിയുമില്ല. ഇതിൽ ശരിക്കും സുധീർ കരമന ചെയ്യുന്ന അച്ഛന്റെ കഥാപാത്രം സുധീർ കരമനയുടെ ഒറിജിനൽ തന്തയായ അച്ഛന്റെ സിനിമയായ എലിപ്പത്തായത്തിന്റെ റെഫറൻസോട് കൂടിയാണ് വരുന്നത്. അതിനാൽ പുള്ളിക്ക് എലിയെ പേടിയാണ്, എലിയെ പിടിക്കാനും നടക്കും. ബട്ട് അത് ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഗൗരവം മനസ്സിലാഞ്ഞിട്ടാ എന്റെ അച്ഛന്റെ തറവാട് തകർത്ത് എലികളാ. പറ്റി ഒരുത്തം വീണിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് തലമാശി വിളിച്ച് അമ്മയെ കാണണമെന്ന് പറയും. പിന്നെ ഞാൻ വരാൻ പറഞ്ഞത് കുട്ടി പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറച്ച് പിറകിലാണ്. സ്കൂളിലെ ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. ഐശ്വര്യക്ക് എന്താണ് പ്രശ്നം? നീ പോടാ അച്ഛാ, നിന്നെയാണ് ആദ്യം അടിക്കേണ്ടത്. അച്ഛനായി പോയിട്ട് ഞാൻ ഒന്നും പറയണില്ല. ആവശ്യമില്ലാത്ത ടെൻഷൻ കൊടുത്ത് പിള്ളേരെ സ്ട്രെസ് അടുപ്പിക്കുന്ന കുറെ അച്ഛന്മാരും ഇതിനൊക്കെ കോലം വരയ്ക്കാൻ നിൽക്കുന്ന കുറെ പാരന്റ്സും പള്ളിക്കൂടത്തിൽ മാർക്ക് കുറഞ്ഞതിന്റെ കാര്യം അന്വേഷിക്കുന്ന അമ്മയ്ക്ക് മോളുടെ കയ്യിൽ നിന്നൊരു ടച്ച് സ്ക്രീൻ ഉള്ള ഫോൺ കിട്ടും. കാര്യമൊന്നുമില്ല, ടീനേജ് പ്രായമുള്ള പെണ്ണിന് ചെറിയൊരു പ്രണയമൊക്കെ ആവാമല്ലോ. ടീനേജ് പ്രായത്തിൽ പ്രേമം വന്നില്ലെങ്കിൽ കായഫലം കുറഞ്ഞതാണെന്ന് വേണം കരുതാൻ. മനുഷ്യന്റെ സ്വാഭാവിക വികാരങ്ങളെ സദാചാര മാനദണ്ഡത്തോടുകൂടി കാണുന്ന രോഗം ഹോമോ സാപ്പിയൻസ് അല്ലാതെ മറ്റൊരു ജീവികൾക്കും ഇല്ല എന്നതാണ് നഗ്ന സത്യം. ഈ വിഷയം അച്ഛനോട് പറയുമ്പോൾ പുള്ളി ആളൊരു മൊണ്ണയാണെങ്കിലും ആധുനിക ചിന്തയുള്ളവനാണ്. കുട്ടികൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാ? അതല്ല, ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തില്ലെങ്കിലാ പ്രശ്നം. നല്ല സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ ഇങ്ങനെയാണ്. ഇതാണ് വേണ്ട ചിന്താഗതി. പുള്ളി ഇലക്ഷന് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പം. ഇത്രയും പുരോഗമന ചിന്താഗതി ഉള്ളവർ ജയിക്കുമല്ലോ ഉറപ്പ്. അങ്ങനെ ഇരിക്കെ ഫോൺ പോയ മോളുടെ ഇരുത്തം കണ്ട് വിഷമിച്ച അമ്മ ഒരു പുതുപുത്തൻ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ അങ്ങ് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് അതിൽ സെൽഫി എടുക്കും, വാട്സാപ്പ് എടുക്കും, FB എടുക്കും, മോളുടെ കാമുകനെയും ഫോളോ ചെയ്യും. ഇനി ആരാണ് മോളുടെ കാമുകൻ? ഉത്തർപ്രദേശിൽ ജനിച്ച് നമ്മുടെ പഞ്ചാബിൽ വളർന്ന മലയാളി. പുള്ളിയുടെ ജീൻ എന്തായാലും ചേള ചോര രാജവംശത്തിൽ നിന്ന് വന്നതല്ല. എവിടെയും ഏതെങ്കിലും സൈഡിൽ കൂടെ ഇങ്ങനെ മലയാളി ലിക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാണ്. ഒന്നീ ആര്യവംശൻ അല്ലെങ്കിൽ അസുരൻ, രണ്ടിൽ ഏതോ ഒന്നാണ് ഇങ്ങനെ. എല്ലാ സിനിമയിലും വില്ലൻ വേഷവും നെഗറ്റീവ് കഥാപാത്രവും. എന്തായാലും വീട്ടിൽ ഫോൺ പിടിച്ചതിന്റെ വിഷമത്തിൽ അവൾ ഈ ബന്ധം ഉപേക്ഷിക്കും. ഇനിയാണ് ട്വിസ്റ്റ്. മോളുടെ അമ്മ മോളുടെ കാമുകന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അവഹിതം ചെയ്യാൻ തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണെന്ന് കേട്ടിട്ടില്ലേ? അതേ കേസ്. അവൾ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മോളെ ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് അയക്കും. അവിടെ തുടങ്ങും മതപ്പതനം. ഏതേലും വസന്തങ്ങളൊക്കെ ഈ പടം പോയി തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിലേ അവരെ സദാചാര ബോണ്ട ഉണർന്നേനെ. ഒരു കഥയില്ല, ഒന്നുമില്ല. മീൻവെയിൽ നമ്മുടെ ഭർത്താവിന് ഒരു ആഗ്രഹം. ഏതാണ്ട് ഒരു ദശാബ്ദ കാലമായി അവർ തമ്മിൽ ഒരു അന്താക്ഷരി പോലും ഒരുമിച്ചിരുന്ന് കളിക്കാറില്ല അത്രേ. പ്രസ്തുത ദിവസം രാത്രി അദ്ദേഹത്തിന് ഒരു ചെറിയ മോഹം. 10 വർഷമായില്ലേ? അതുകൊണ്ട് അയ്യടാ, നാണല്ലേ മനുഷ്യൻ നിങ്ങക്ക്? സുഹൃത്തുക്കളെ, പ്രണയം നഷ്ടമാകുന്നിടത്ത് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തും. ഉത്തരവാദിത്തം ഇല്ലാത്തിടത്ത് വ്യാജൻ കടന്നുകൂടും. വ്യാജമാകുന്നതിനെല്ലാം ആയുസ് അല്പം കുറവായിരിക്കും. ആയുസ് കുറയുമ്പോൾ അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അങ്ങനെ നമ്മുടെ അമ്മ മോളുടെ കാമുകനെ കാണാൻ പോകുകയാണ്. പാവം നല്ല ശുദ്ധ മനസ്സുള്ള ആ അമ്മ പറയും, എന്റെ മോളെ ഇനി ശല്യപ്പെടുത്തരുത്. എന്നാൽ വല വിരിച്ച് കാത്തിരുന്ന ചിലന്തിയെ പോലെ തന്റെ കെണിയിലേക്ക് വന്നു ചേർന്ന അമ്മയെ അസുരനായ വില്ലൻ തലക്ഷണം തന്നെ വലയിലാക്കും. നിന്റെ മോള് എന്റെയും മോളല്ലേ, ഞാൻ അവളെ ഒരു മോളായി മാത്രമാണ് കണ്ടത്. യാതൊരു രീതിയിലും നമ്മൾ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞു. ഫോൺ ഞാനൊരു ഗിഫ്റ്റായി കൊടുത്തതാണ് അത്രേ. അല്ലെങ്കിലും മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പിന്റെ കടി പോലും നമ്മളെ നശിപ്പിച്ചു കളയും. ഒന്ന് ചീനലല്ലേ മറ്റൊന്നിന് വളമാകുള്ളൂ. അപ്പൊ സ്വന്തം ഭർത്താവ് പിന്നെ റോട്ടിൽ കിടന്ന് ഒരു ദിവസം ചെയ്യും. പുള്ളി അടിച്ച് വിറ്റായി എവിടെ മറിഞ്ഞടിച്ച് വീണ് തലപൊട്ടും. അത്ഭുതമെന്ന് പറഞ്ഞ നമ്മുടെ കാമുകൻ തന്നെ അയാളെ രക്ഷിക്കും. അതോടുകൂടി പാടത്തും വരമ്പത്തും നിന്നിരുന്ന അവർ രണ്ടുപേരും അട്ടയും വട്ടിയും പോലെ ഒന്നിക്കും. പിന്നീട് നിരന്തരം വിളിയും കോളുമാകും. നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇത്ര പെട്ടെന്നൊക്കെ ഇത്രയും അടുപ്പമൊക്കെ ഉണ്ടാകുമോ എന്ന്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഇച്ചിരി കൂടുതലാണെന്നേ ഞാൻ പറയൂ. മനുഷ്യൻ
പ്രസ്തുതവശാൽ ഒരു പോളിഗമിക് ജീവിയാണല്ലോ. ആയതിനാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിബന്ധനകളും കാരണം മറ്റാരോടൊക്കെയോ തോന്നുന്ന പ്രണയങ്ങളെ അടിച്ചമർത്തി അവസരങ്ങൾ ഉണ്ടായിട്ടും അത് മുതലാക്കാതെ ആത്മാർത്ഥതയില്ലാതെ ജീവിക്കുന്നു എന്നാണ്. ഹിതവും അവിഹിതവും ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അവിഹിതത്തിൽ അവിജ്ഞാന ശാകുന്തളം കിട്ടിയ നമ്മുടെ നായകൻ എന്ത് ചെയ്യുമെന്നോ 2 ഫെരേറോ റോച്ചർ കൊടുത്ത് അവളെ വളയ്ക്കും. സ്നേഹം കിട്ടാതെ മുട്ടി നിന്ന ഭാര്യ അവന്റെ പഞ്ചാര വർത്തമാനത്തിൽ വീഴും. നോക്കൂ സുഹൃത്തുക്കളെ, ഒസാമ ബിൻ ലാദനും ഒരു ഉസ്താദായിരുന്നു. അതുകൊണ്ട് സൽമാൻ ഖാനെ പോലെ ഇരിക്കുന്നവരെല്ലാം സൽസ്വഭാവികളാവണമെന്നില്ല. അവിഹിതം ചീഞ്ഞാൽ അത് കല്യാണത്തിന് വളമാകത്തുമില്ല. സോ കൊച്ചു പിള്ളേരോട് നമ്മൾ പറയാറില്ലേ, സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മുട്ടായെന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്ന്. അതുപോലെ FBയിലും ഇൻസ്റ്റയിലും ചാറ്റ് ചെയ്യുന്ന അണ്ണന്മാരൊന്നും നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എന്നില്ല നമ്മളെ സമീപിക്കുന്നത്. ആയതിനാൽ ബി കെയർഫുൾ കേട്ടോ. പ്രണയം സക്സസ് ആയ ദിവസം ഭാര്യ വീട്ടിൽ വന്ന് ഭർത്താവിനെ പച്ച അപരാധം വിളിക്കും. നല്ലൊരു എഴുതി വെച്ച കവിത പാടി നടക്കാൻ നിങ്ങൾക്ക് പറ്റും, അല്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രേമമില്ല സ്നേഹമില്ല ഒന്നുമില്ല. സബിത, ഇതൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? പാവം, ഏറുകൊണ്ട് അലുമിനിയം കലം പോലെയായി മുഖം. ഭർത്താവിനെ നിഗ്രഹിച്ചിട്ട് വെളിയിൽ പോയി ഭാര്യ വിഗ്രഹിക്കും. അത് രാത്രി എന്നില്ല രാവിലെ എന്നില്ലാതെ തുടരും. ഇവനാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ഗുളിയെ വെട്ടിയിടുന്ന കണക്കാണ് പെണ്ണുങ്ങളെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റണം. അല്ലെങ്കിൽ തന്നെ അള്ളാഹു ഇതെല്ലാം കാണുന്നുള്ള ബോധം അവൾക്ക് വേണ്ടേ. അവളുമായി ഹിതമല്ലാത്തതൊക്കെ ഇവള് ചെയ്യും. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഓയോ റൂം അല്ലാതെ മറ്റെന്താണെന്നും പറഞ്ഞ് അവൻ വിളിച്ച് അവളെ ഓയോ റൂമിൽ കൊണ്ടുപോകും. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി കണ്ടന്റ് ആണ്. ഇവൻ ആള് വിരുദ്ധനാണ് ഗൈസ്. ഇവൻ അൺസെൻസേർഡ് കണ്ടന്റ് എടുക്കാൻ നോക്കും അതിന്റെ ഇടയിൽ കൂടെ. ബട്ട് ഭാഗ്യവശാൽ അവൾ അത് സമ്മതിക്കൂല. സമ്മതിച്ചിരുന്നെങ്കിൽ കുഴിയിൽ വീണ എലിയെ പോലെ കിടന്ന് പിടയ്ക്കാനല്ലേ പറ്റൂ. ഗൈസ്, നിങ്ങളുടെ പ്രൈവറ്റ് മൂവ്മെന്റും പ്രൈവറ്റ് ഫോട്ടോസും ഒക്കെ ഇതുപോലെ സേവ് ചെയ്ത് വെക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ആ ബന്ധത്തിന് ഒരുപാട് നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. തന്റെ കാമുകനാണ് തന്റെ അമ്മയുടെയും കാമുകനെന്ന് മോള് തിരിച്ചറിയും. അതോടെ അങ്കോഷിലായ അമ്മ അമ്പരക്കും. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വെപ്രാളിക്കും. പക്ഷെ അവനൊരു കൂസലുമില്ല. അണ്ണാൻ എത്ര അണ്ടി കണ്ടേക്കണ്. ഇതൊക്കെ അവൻ എന്ത്. ഒരു ഉച്ച സമയത്ത് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അമ്മ വീട്ടിൽ നിന്ന് മോൾക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ വാരി കൊടുക്കും. പാവം, സ്നേഹം കൊണ്ടാ. അവിഹിതം ചില സമയങ്ങളിൽ നോക്കി നിൽക്കുന്നവർക്ക് തെറ്റല്ല, അണ്ടിൽ ദേ ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ഐസ്ക്രീം കുടിച്ച മോൾക്ക് കലശലായ വയറുവേദന, ഛർദിച്ച അവസ്ഥയായ മോള് ആശുപത്രിയിൽ കിടന്ന് പെർമനന്റ് ഫ്ലൈറ്റ് മോഡിലാകും. ഐ മീൻ സത്തുപോകും. ഈ ഭാഗത്തൊക്കെ അമ്മ ഒരുമാതിരിപ്പെട്ട അന്തം വിട്ട നിലവിളിയാണ്. പാവം, മോള് മരിച്ചടക്കുമ്പോ അമ്മ എന്തായാലും സങ്കടപ്പെടുമല്ലോ. നാച്ചുറൽ. പാവം, അമ്മയുടെ വിഷമത്തെക്കാളും എനിക്ക് വിഷമം തോന്നിയത് അച്ഛന്റെ വിഷമമാണ്. അച്ഛനായിരുന്നു മോളെടുത്ത് കൂടുതൽ സ്നേഹം ഒന്ന് തോന്നുന്നു ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നല്ലേ? ശരീരം പാടി വളർത്തിയ മോള് മരിച്ചിരുന്ന ഏത് അച്ഛനാണ് നെഞ്ചു പൊട്ടാത്തത്? അങ്ങനെ മോള് മരിച്ച സങ്കടത്തിൽ മോളെ ഫോട്ടോയൊക്കെ തൂക്കി 2 പേരും അത് കണ്ട് സങ്കടപ്പെട്ട് ജീവിക്കുകയായിരിക്കുവേ. ഒരു ദിവസം തറയൊക്കെ തൂത്തു വരുന്നതിനിടയിൽ അമ്മയ്ക്കൊരു പഴയ മെമ്മറി കാർഡ് ലഭിക്കും. മെമ്മറി കാർഡ് ഫോണിട്ട് നോക്കി അവക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാവണം. നമ്മുടെ അമ്മേനെ മോളെ ഒരുപോലെ ഉസ്തിച്ച് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് പറഞ്ഞു തരട്ടെയോ? ഇറക്കി പിടിച്ചിരുന്നോ? ഞെട്ടാൻ തയ്യാറായിക്കോ? ശരിക്കും നമ്മുടെ മോളെ കൊന്നത് ആരാണെന്ന് അറിയാമോ? അതെ ഗൈസ്, അത് അവർ തന്നെ. ജോളി, സയനൈഡ് ജോളി, AKA ഈ തള്ള. തന്റെ അവിഹിത മോള് പൊക്കി തെറിഞ്ഞ് അവര് എലിവിഷം കൊടുത്താണ് അത്രേ അവളെ കൊന്നത്. എന്നിട്ടാണ് അവള് ചത്തപ്പോ അവിടെ കിടന്ന് ഈ നാടകം അത്രയും കാണിച്ചത്. സ്നേഹത്തോടെ മോക്ക് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കൊടുത്ത മോള് ചാവൂലെന്നാണ് ഇവളെ വിചാരം. ഈ ഒരു സീനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പോയി ഇതിന്റെ ഡയറക്ഷൻ വളരെ മോശമാണെന്ന്. ഇടയിൽ മോക്ക് വിഷം കൊടുക്കണ്. അതിനുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം പൊക്കി. സിനിമയിൽ എവിടെയും മോളും അമ്മയും തമ്മിൽ ആയുധം പൊക്കി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നത് എത്രയും വലിയ ഇമ്പാക്ട് മോളെ കൊല്ലാൻ വേണ്ടി അമ്മ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ എടുത്തിരിക്കാം. പക്ഷെ സിനിമയിൽ അതൊരു വലിയ രീതിയിൽ കാണിക്കുന്നില്ല. എന്തായാലും ശാരീരം പാടി വളർത്തിയ മോളെ എലിവിഷം കൊടുത്ത് കൊന്നല്ലോടി. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കൊല്ലാനായിട്ട് 2-3 വട്ടം ഒന്ന് ആലോചിക്കൂലേ? ഇതേപോലെ രാവിലെ സ്കൂട്ടിയും കൊണ്ട് പുറത്തിറങ്ങി പോയിട്ട് തിരിച്ചിടുമ്പോൾ എലിവിഷം വാങ്ങിച്ചോണ്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ച് അതിൽ കലക്കി കൊടുത്ത് കൊല്ലും. സിമ്പിൾ. എന്തായാലും എല്ലാം പറഞ്ഞ അമ്മയ്ക്ക് വട്ടാക്കും. പിന്നെ അച്ഛനെ നേരത്തെ വട്ടായോണ്ട് അങ്ങനെ നേരെ എലിയെ പിടിക്കാൻ കയറി പോകും. അങ്ങനെ പടം ശുഭം. സുഹൃത്തുക്കളെ, ഹിതവും അവിഹിതവും സദാചാരവും എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന വിഷയങ്ങളാണ്. ഈ സിനിമയുടെ കോണ്ടെക്സും ഇത് മുന്നോട്ട് വെച്ച ആശയവും കുറച്ച് സാമൂഹിക പ്രശസ്തത്വമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതിനാൽ ഒരു പക്ഷേ ഈ സിനിമ പലരും കണ്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ വഴി നിങ്ങൾ ഈ പടം കണ്ടില്ലേ? ഇനി പറയൂ, നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ പറ്റി തോന്നിയത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കൃത്യമായ ധാരണ 2 പേർക്കും ഉണ്ടായിരിക്കണം. പരസ്പരം സംസാരിച്ച് പെർമനന്റ് ആയിട്ട് ഒരു കരാറ് മാനസികമായി ഉണ്ടാകാതെ, അത് ചെറുതു മുതൽ വലിയ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാക്കാതെ ദയവായി കല്യാണത്തിലേക്ക് മുതിരരുത് എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറ്റു പല ഓപ്ഷൻസും തിരഞ്ഞെടുക്കാമല്ലോ. സോ ഗയ്സ്, ഇന്നത്തേക്ക് ഇത് മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഇനിയും കാണും. Thanks. Love you.